ഹല്ലേലൂയ. വേഗം വരുന്നവനായ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ ദി ഹോളി സ്പിരിറ്റ് ചിറ്റയമുണ്ടക്കൽ യൂട്യൂബ് ചാനൽ കാണുന്ന എല്ലാ പ്രേക്ഷകരെയും കർത്താവായ യേശു ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇന്നൊരു ചെറിയ ചിന്തയെടുക്കുവാൻ താല്പര്യപ്പെടുന്നു. ആമോസ് അതിൻ്റെ 5:14 വാക്യം, നിങ്ങൾ ജീവിച്ചിരിക്കേണ്ടതിന് തിന്മയല്ല നന്മ തന്നെ അന്വേഷിപ്പിൻ, അപ്പോൾ നിങ്ങൾ പറയുന്നത് പോലെ സൈന്യങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളോട് കൂടെ ഇരിക്കും. മഹാപരിശുദ്ധനും സ്വർഗീയ പിതാവേ, അവിടുത്തെ വചനമായി നിൽക്കുമ്പോൾ ജനത്തോട് അവിടുന്ന് സംസാരിക്കണം, ഇടപെടണം. എല്ലാ ഇരുട്ടിൻ്റെ ശക്തികൾ മാറട്ടെ, അന്ധകാര ശക്തികൾ ഉടരട്ടെ. ഹൗ ഷബല ഹദരഘടകസ്യ അർത്തുന ശംധനെ ഹസ്തി ഗലാനഗസ്തിയ. കർത്താവെ, അനേക സഹോദരി സഹോദരന്മാർ നന്മ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. എന്നാൽ നന്മയ്ക്ക് വിപരീതമായി തടസ്സം നിൽക്കുന്ന എല്ലാ ഇരുട്ടിൻ്റെ ശക്തികൾ, എല്ലാ മാനുഷിക ശക്തികൾ യേശുവിൻ നാമത്തിൽ തകരട്ടെ. ദൈവസ്നേഹത്താൽ ഉറബ ഹഷുല ഹഡഗസ്യ അനേകർക്ക് നന്മ ചെയ്യുന്ന വ്യക്തികളായി ഹൗഷ മനാഹദു രഹസ്യ ധൗഷം ധരകലഘടകസ്യ ന്യായവിസ്താര സമയത്ത്, ന്യായം വിധിക്കുന്ന സമയത്ത് അതേ ന്യായവിസ്താരത്തിൽ നിൽക്കാതെ അതേ ഷൗഡബല ഹടകനഗസ്തിയ അർത്തുന മനാ ശംദരിയ ആ ഹൗഷം ധനകലഘടകസ്യ കഥാവെ ചെമ്മരിയാടിനെ പോലെ അതേ കർത്താവ് ന്യായവിസ്താരത്തിൽ നിൽക്കാതെ അത് ജനമായി മാറണം. കർത്താവ് ഈ ജനത്തെ ഓരോരുത്തരെയും അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. അവിടുത്തെ വചനം കേൾക്കുമ്പോൾ അതവരുടെ ജീവിതത്തിൽ അത് 30, 60, 100 മേനി ഫലം കായ്ക്കുവാൻ ഓരോ വ്യക്തി ജീവിതങ്ങളും ദൈവസ്നേഹത്തിൽ നന്മ ചെയ്യുന്നവരായി മാറ്റണം. കർത്താവെ, അതിനെ വിപരീതമായി പൊങ്ങുന്ന എല്ലാ ഇരുട്ടിൻ്റെ ശക്തികളെ ശാസിക്കുന്നു. കുടുംബ മണ്ഡലത്തെ അസ്വസ്ഥതകളെ, ഭാരങ്ങളെ, ഭയങ്ങളെ കൊണ്ടുവരുന്ന എല്ലാ സാത്താനിക ശക്തികൾ യേശുവിൻ നാമത്തിൽ മാറട്ടെ. ഇരുട്ടിൻ്റെ വ്യാപാര കോട്ടകൾ ഉടയട്ടെ, അന്ധകാര ശക്തികൾ തകരട്ടെ. ഹൗഷക്കേൽ റാന്തോന ഹസ്തിയ ഭാരത്തോടെ നീറുന്ന ഭയപ്പെടുന്ന ചില വ്യക്തി മണ്ഡലങ്ങളെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതെ, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഞാൻ നിന്നെ സഹായിക്കും, അത് എൻ്റെ നീതിയുള്ള വലം കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. പ്രിയ മാതാവേ, നീ ഭാരപ്പെടേണ്ട, നിനക്കായി അവൻ പുതുവഴികൾ തുറന്നിരിക്കുകയാണ്. അൻഷെക്കലോറ ഹസ്തിയ റബോദി ഹസ്തിയ. വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണുവാൻ സാധിക്കും. കർത്താവേ, അതിൻ്റെ വചനമായി നിൽക്കുമ്പോൾ കർത്താവേ, നീ ജനത്തോട് ഇടപെടണം, സംസാരിക്കണം. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ പിതാവേ, ആമേൻ. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, പല വചനങ്ങളും എടുക്കുമ്പോഴും ഞാൻ ഈ ഒരു ചിന്ത എടുക്കണമെന്ന് താല്പര്യപ്പെടുമായിരുന്നു. എന്നാൽ ഇന്ന് അതിനെപ്പറ്റിയാണ് സംസാരിക്കുന്നത്. നിങ്ങൾ ജീവിച്ചിരിക്കേണ്ടതിന് തിന്മയല്ല നന്മ തന്നെ അന്വേഷിപ്പിൻ, അപ്പോൾ നിങ്ങൾ പറയുന്നത് പോലെ സൈന്യങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളോട് കൂടെയിരിക്കും. എൻ്റെ പ്രിയ സഹോദര, നീ ജീവിച്ചിരിക്കണമെങ്കിൽ, നീ ദീർഘായുസ്സോടെ ജീവിച്ചിരിക്കണമെങ്കിൽ, നീ നിത്യതയിൽ ജീവിക്കണമെങ്കിൽ നീ നന്മ തന്നെ ചെയ്യണം. നീ തിന്മയല്ല ചെയ്യേണ്ടത്, നന്മ ചെയ്യുക. മറ്റുള്ളവരെ സ്നേഹിക്കുക, മറ്റുള്ളവരെ സഹായിക്കുക, മറ്റുള്ളവരെ ബഹുമാനിക്കുക, മറ്റുള്ളവർ എന്നിൽ ശ്രേഷ്ഠരാണെന്ന് എണ്ണുവാൻ സാധിക്കുക. ഇന്ന് അനേക രാജ്യങ്ങളിൽ പോയതുകൊണ്ട് എനിക്കറിയുവാൻ പറ്റും. അനേക രാജ്യങ്ങളിൽ നല്ല സന്ദേശം കൊടുക്കുന്ന, നല്ല ഉപദേശം കൊടുക്കുന്ന അനേക കർത്താവിൻ്റെ ദാസന്മാരെ കാണുവാൻ സാധിച്ചു. അതുപോലെ തന്നെ തെറ്റായ ഉപദേശം കൊടുക്കുന്ന അനേക കർത്താവിൻ്റെ ദാസന്മാരെയും കണ്ട് അവർ പഠിപ്പിക്കുന്നത് നിങ്ങൾ ആർക്കും നന്മ കൊടുക്കരുത് എന്നാണ്. എൻ്റെ പ്രിയ സഹോദര, എൻ്റെ പ്രിയ വ്യക്തി ജീവിതമേ, നീ നന്മ കൊടുത്തെങ്കിൽ മാത്രമേ നിനക്ക് നിത്യരാജ്യത്ത് പോകുവാൻ സാധിക്കത്തുള്ളൂ. ദൈവത്തിൻ്റെ വചനം വിട്ട് ദൈവം ഒരു പ്രവൃത്തിയും ചെയ്യത്തില്ല. അവൻ്റെ വചനം അടിസ്ഥാനത്തിൽ നമ്മൾ നന്മ ചെയ്യുന്നവരായി മാറണം. മറ്റുള്ളവരെ സ്നേഹിക്കുന്നവരായി, മറ്റുള്ളവരെ ബഹുമാനിക്കുന്നവരായി, മറ്റുള്ളവരെ ആദരിക്കുന്നവരായി മാറണം. എന്നാൽ മാത്രമേ നിന്നിൽ വന്ന പരിശുദ്ധാത്മാവ് നിന്നിൽ നിലനിൽക്കണമെങ്കിൽ, നിന്നിലുള്ള പരിശുദ്ധാത്മാവ് നിലനിൽക്കണമെങ്കിൽ നീ മറ്റുള്ള
മറ്റുള്ളവരെ സ്നേഹം ചെയ്യുവാനും മറ്റുള്ളവരെ നന്മ ചെയ്യുവാനും മറ്റുള്ളവരെ സ്നേഹിക്കുവാനും നിനക്ക് കരുതണം. നിനക്ക് സ്നേഹിക്കുവാൻ കരുതില്ലെന്നെങ്കിൽ നിന്നിലുള്ള പരിശുദ്ധാത്മാവ് നഷ്ടപ്പെടുവാൻ ഇടയുണ്ട്. നീ ന്യായവിധിയുടെ നാളിൽ നീ ന്യായവിസ്താരത്തിൽ നിൽക്കാതിരിക്കുവാൻ വേണ്ടിയാണ് നിന്നോട് ഉപദേശിക്കുന്നത്. ചില പ്രിയ ചാക്കോച്ച, ഞാനൊരു പേര് പറഞ്ഞേയുള്ളൂ. നീ നന്മ ചെയ്തെങ്കിൽ മാത്രമേ നിനക്ക് നിത്യതയിൽ പോകുവാൻ സാധിക്കത്തുള്ളൂ. സഭ നന്മ ചെയ്യുന്നത് അത് വേറേത്. ഓരോ മനുഷ്യനും വ്യക്തിപരമായി നന്മ ചെയ്യണം. ഇന്ന് അനേക സഭകൾ അത് നന്മ ചെയ്യുവാൻ പഠിപ്പിക്കുന്ന സഹോദരങ്ങളുണ്ട്, സഭകളുണ്ട്. എന്നാൽ നന്മ ചെയ്യല്ലുമെന്ന് പറയുന്ന അനേക അഭിഷക്തന്മാരെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കണ്ടിട്ടുണ്ട്. അത് തെറ്റായ ഉപദേശമാണ്. ദൈവവചനത്തിന് തെറ്റായ ഉപദേശങ്ങൾ നമ്മൾ അത് സ്വീകരിക്കണോ വേണ്ടമയോ എന്ന് നമ്മൾ തന്നെ സ്വയം ചിന്തിക്കേണ്ടതാണ്. തെറ്റായ ഉപദേശം നൽകുന്ന അനേക അഭിഷക്തന്മാരെ കണ്ടിട്ടുണ്ട്. നിങ്ങൾ ആർക്കും നന്മ ചെയ്യരുത്. അന്ധോ ശബാരഹസ്യ. പ്രിയ സഹോദര, ദൈവവചനത്തിന് വിപരീതമായി ആര് ഉപദേശം നൽകിയാലും അത് സ്വീകരിക്കേണ്ടതല്ല. ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത് നമ്മൾ നന്മ ചെയ്യുന്നവരായി മാറണം. എന്നെങ്കിൽ മാത്രമേ നിത്യതയിൽ പോകുവാൻ നമുക്ക് സാധിക്കത്തുള്ളൂ. എൻ്റെ പ്രിയ സഹോദരന്മാരെ, യോഹന്നാൻ്റെ 1 യോഹന്നാൻ അതിൻ്റെ 3 13 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. സഹോദരന്മാരെ, ലോകം നിങ്ങളെ പകയ്ക്കുന്നുവെങ്കിൽ ആശ്ചര്യപ്പെടരുത്. നാം മരണം വിട്ട് ജീവനിൽ കടന്നിരിക്കുന്നു. സഹോദരനെ സ്നേഹിക്കുന്നതിനാൽ നമുക്കറിയാം, സ്നേഹിക്കാത്തവൻ മരണത്തിൽ വസിക്കുന്നു. ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നത് നിൻ്റെ കൂട്ടു സഹോദരൻ, നിൻ്റെ കൂട്ട് പങ്കാളി, അല്ലെങ്കിൽ നിൻ്റെ കൂടുള്ള മറ്റ് വ്യക്തി ജീവിതങ്ങൾ, അവർ ഏത് മതസ്ഥിലുള്ളവരായിക്കൊള്ളട്ടെ, അവൻ്റെ കഷ്ടതയിൽ നിനക്ക് സഹായിക്കുവാൻ സാധിക്കുന്നില്ലെങ്കിൽ വേദപുസ്തകം പറയുന്നത് നീ മരണത്തിൽ വസിക്കുന്നു. സ്നേഹിക്കാത്തവൻ മരണത്തിൽ വസിക്കുന്നു. സഹോദരനെ പകയ്ക്കുന്നവൻ എല്ലാം കുലപാതകനാകുന്നു. യാതൊരു കുലപാതകനും നിത്യജീവനിൽ ഉള്ളിൽ വസിച്ചിരിപ്പില്ല എന്ന് നിങ്ങൾ അറിയുന്നു. സഹോദരന്മാരെ, ലോകം നിങ്ങളെ പകയ്ക്കുന്നുവെങ്കിൽ ആശ്ചര്യപ്പെടരുത്. നാം മരണം വിട്ട് ജീവനിൽ കടന്നിരിക്കുന്നു. സഹോദരനെ സ്നേഹിക്കുന്നതിനാൽ നമുക്ക് അറിയാം, സ്നേഹിക്കാത്തവൻ മരണത്തിൽ വസിക്കുന്നു. ദൈവവചനം നമ്മളെ വളരെ വ്യക്തമായി പറയുന്നു, നീ മറ്റുള്ളവരെ സ്നേഹിക്കരുത്, മറ്റുള്ളവർക്ക് നന്മ കൊടുക്കുള്ളൂ എന്ന് പറയുന്ന വ്യക്തിയും നന്മ കൊടുക്കാത്ത വ്യക്തിയും രണ്ടും, ഒരു അഭിഷക്തനായിക്കൊള്ളട്ടെ, മറ്റുള്ളവന് നീ നന്മ കൊടുക്കലുമെന്ന് പറയുന്ന അഭിഷക്തനായാലും നന്മ കൊടുക്കാത്ത വ്യക്തിയായാലും നീ മരണത്തിൽ വസിക്കുന്നു എന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഹ്വാനം ചെയ്യുന്നു. എൻ്റെ പ്രിയ സഹോദര, നീ ജീവൻ പ്രാപിക്കുവാൻ വേണ്ടിയാണ്, നിത്യത നേടുവാൻ വേണ്ടിയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിന്നോട് ബുദ്ധി ഉപദേശിക്കുന്നത്. സഹോദരനെ പകയ്ക്കുന്നവൻ എല്ലാം കുലപാതകനാകുന്നു. യാതൊരു കുലപാതകനും നിത്യജീവനുള്ളിൽ വസിച്ചിട്ടില്ല എന്ന് നിങ്ങൾ അറിയുന്നു. അവൻ നമുക്ക് വേണ്ടി തൻ്റെ പ്രാണനെ വെച്ചു കൊടുത്തതിനാൽ നാം സ്നേഹമെന്തെന്ന് അറിഞ്ഞിരിക്കുന്നു. നാം സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാണനെ വെച്ചു കൊടുക്കേണ്ടതാകുന്നു. എന്നാൽ ഈ ലോകത്തിൽ വസ്തുവകയുള്ളവൻ ആരെങ്കിലും തൻ്റെ സഹോദരനോട് മുട്ടുള്ളത് കണ്ടിട്ട് അവനോട് മനസ്സലിവ് കാണിക്കാഞ്ഞാൽ ദൈവത്തിൻ്റെ സ്നേഹം അവനിൽ എങ്ങനെ വസിക്കും? കുഞ്ഞുങ്ങളെ, നാം വാക്കിനാലും നാവിനാലും അല്ല, പ്രവൃത്തിയിലും സത്യത്തിലും തന്നെ സ്നേഹിക്കുക. നാം സത്യത്തിൻ്റെ പക്ഷത്ത് നിൽക്കുന്നവൻ എന്ന് ഇതിനാൽ നമുക്കറിയാം. ഹൃദയം നമ്മെ കുറ്റം വിധിക്കുന്നുവെങ്കിൽ ദൈവം നമ്മുടെ ഹൃദയത്തേക്കാൾ വലിയവനും എല്ലാം അറിയുന്നവനും എന്ന് നമ്മുടെ ഹൃദയത്തെ അവൻ സന്നിധിയിൽ ഉറപ്പിക്കും. പ്രിയമുള്ളവരെ, ഹൃദയം നമ്മെ കുറ്റം വിധിക്കുന്നെങ്കിൽ നമുക്ക് ദൈവത്തോട് പ്രാഗൽഭ്യമുണ്ട്. അവൻ്റെ കൽപ്പന നാം പ്രമാണിച്ച് അവന് പ്രസാദമുള്ള ചെയ്തുകൊണ്ട് എന്ത് യാചിച്ചാലും അവങ്ങളിൽ നിന്നും ലഭിക്കും. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ,
ഈ കാലഘട്ടത്തിൽ തെറ്റായ ഉപദേശം നൽകുന്ന അനേക സഭകളുണ്ട്. എന്നാൽ നല്ല ഉപദേശം നൽകുന്ന സഭകളുമുണ്ട്. തെറ്റായ ഉപദേശം നൽകുന്ന അനേക സഭകളുടെ അനേകർ ആ തെറ്റായ ഉപദേശം സ്വീകരിക്കുന്നവരുണ്ട്. ഒരിക്കലൊരു അഭിഷിക്തൻ വാഹനത്തിൽ കയറി തൻ്റെ വിഷയങ്ങൾ സംസാരിച്ചപ്പോൾ ആ സഹോദരൻ പറയുകയാണ്, ഞങ്ങളുടെ സഭ പറഞ്ഞത് ആർക്കും നന്മ ചെയ്യരുത് എന്നാണ്. എൻ്റെ പ്രിയ സഹോദരന്മാരെ, പ്രിയ വ്യക്തി ജീവിതമേ, നീ നന്മ ചെയ്തെങ്കിൽ മാത്രമേ നിനക്ക് നിത്യതയിൽ പോകുവാൻ സാമർത്ഥ്യമുള്ളൂ. ഓരോ വ്യക്തികളും നന്മ ചെയ്യുന്നവരായി മാറണം. ദൈവം തന്നിട്ടല്ലാതെ ആരുടെ കയ്യിലും ഒരു സമ്പത്തുമില്ല. ആരുടെയും ശക്തിയോ ബുദ്ധിയിലോ ഒന്നുമല്ല ഉണ്ടാക്കിയത്. എല്ലാം ദൈവത്തിൻ്റെ കൃപയും കാരുണ്യവും. ആവർത്തന പുസ്തകം നമ്മൾ 8:17 വായിച്ചതുപോലെ അവിടുത്തെ ശക്തിയും അവിടുത്തെ കൃപയും അവിടുത്തെ കാരുണ്യവും അവിടുത്തെ മനസ്സലിവും കൊണ്ടാണ് നമ്മൾ എന്തെങ്കിലും സമ്പാദിച്ചത്. എൻ്റെ പ്രിയ സഹോദര, നീ ദൈവവചനത്തിന് വിപരീതമായി ഉപദേശം കൊടുക്കുന്ന പ്രിയ അഭിഷിക്ത, നീ മാനസാന്തരപ്പെടുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഹ്വാനം ചെയ്യുന്നു. അൻഷ ഹൗസ വല ഹടകസ്യ അർത്ഥോ രഗതി ക്ഷമാ രഹസ്യ. നീ എല്ലാം നിൻ്റെ ഉന്നത മനോഭാവങ്ങളെ വിട്ട് ദൈവവചനത്തിന് വിപരീതമായി പഠിപ്പിക്കുന്ന ഈ ഉപദേശത്തെ നിർത്തുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഈ പ്രോഗ്രാം കാണുന്ന ചില അഭിഷക്തന്മാരോട് ശക്തമായി സംസാരിക്കുന്നു. ആഴമായി പരിശുദ്ധാത്മാവ് ഇടപെടും. നീ മാനസാന്തരപ്പെടുവാൻ സങ്കീർത്തന പുസ്തകം അതിൻ്റെ 41 അധ്യായം 1, 2, 3 വാക്യങ്ങൾ. എളിയവനെ ആദരിക്കുന്നവൻ ഭാഗ്യവാൻ. അനർത്ഥ ദിവസത്തിൽ യഹോവ അവനെ വെടിവെക്കും. യഹോവ അവനെ കാത്ത് ജീവനോടെ പരിപാലിക്കും. അവൻ ഭൂമിയിൽ ഭാഗ്യവനായിരിക്കും. അവൻ്റെ ശത്രുക്കളുടെ ഇഷ്ടത്തിന് നീ അവനെ ഏൽപ്പിക്കുകയില്ല. യഹോവ അവനെ രോഗശാന്തിയിൽ താങ്ങും. ദിനത്തിൽ നീ അവൻ്റെ കിടക്കയെല്ലാം മാറ്റിവിരിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, നീ എളിയവനെ ആദരിച്ചാൽ, നീ എളിയവനെ പരിപാലിച്ചാൽ, നീ എളിയവന് എന്താണ് ആവശ്യം അത് ചെയ്തു കൊടുത്താൽ, നീ ഭാഗ്യമുള്ള മനുഷ്യനായി മാറുവാൻ സാധിക്കും. എളിയവനെ ആദരിക്കുന്നവൻ ഭാഗ്യവാൻ. അനർത്ഥ ദിവസത്തിൽ, നിൻ്റെ ജീവിതത്തിൻ്റെ കഷ്ടതയുടെ ദിവസത്തിൽ, അനർത്ഥ ദിവസത്തിൽ യഹോവ അവനെ വിടിവിക്കും. യഹോവ അവനെ കാത്ത് ജീവനോടെ പരിപാലിക്കും. അവൻ ഭൂമിയിൽ ഭാഗ്യവനായിരിക്കും. അവൻ്റെ ശത്രുക്കളുടെ ഇഷ്ടത്തിന് നീ അവനെ ഏൽപ്പിക്കുകയില്ല. യഹോവ അവനെ രോഗശാന്തിയിൽ താങ്ങും. ദിനത്തിൽ നീ അവൻ്റെ കിടക്കയെല്ലായിടത്ത് മാറ്റിവിരിക്കുന്നു. യഹോവ എന്നോട് കൃപ തോന്നി എന്നെ സൗഖ്യമാക്കണമേ. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, നമ്മൾ നന്മ ചെയ്യുന്നവരായി മാറണം. എളിയവനെ ആദരിക്കുന്നവൻ ഭാഗ്യവാൻ. എളിയവനെ ആദരിക്കുന്നവർ അത് കർത്താവിനെ ആദരിക്കുകയാണ്. നീ എളിയവനെ ആദരിച്ചില്ലെങ്കിൽ അത് ദൈവത്തെ നിന്ദിക്കുന്നതിന് തുല്യമാണ്. എൻ്റെ പ്രിയ സഹോദര, നിൻ്റെ മുന്നിൽ വരുന്ന വ്യക്തികൾ ആരും ദൈവം അറിയാതെ വരുന്നതല്ല. എല്ലാം ദൈവം അറിഞ്ഞതുകൊണ്ട് തന്നെയാണ്. ദൈവം അറിയാതെ ആരും ഒരു വ്യക്തിയുടെ അടുത്ത് വരത്തില്ല. സർവവും അറിയുന്നവനായ ദൈവം. നീ മറ്റുള്ളവരെ സ്നേഹിക്കുന്നവനായി, മറ്റുള്ളവനെ കരുതുന്നവനായി മാറുവാൻ സാധിക്കട്ടെ. നിങ്ങൾ ജീവിച്ചിരിക്കേണ്ടതിന് തിന്മയല്ല നന്മ തന്നെ അന്വേഷിപ്പിൻ. അപ്പോൾ നിങ്ങൾ പറയുന്നത് പോലെ സൈന്യങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളോട് കൂടെയിരിക്കും. നീ നന്മ ചെയ്യുമ്പോൾ സൈന്യങ്ങളുടെ ദൈവമായ യഹോവ നിന്നോടുകൂടെ ഇരിക്കും. നീ തിന്മയല്ല നന്മ ചെയ്യുമ്പോൾ നിന്നിലുള്ള പരിശുദ്ധാത്മാവ് നിന്നോടുകൂടെ ഇരിക്കും. നിന്നുള്ള പരിശുദ്ധാത്മാവ് നഷ്ടപ്പെടാതിരിക്കുവാൻ ഈ തിന്മയല്ല നന്മ തന്നെ അന്വേഷിപ്പിൻ. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, ഈ വചനത്തിൻ്റെ മുന്നിലൊന്ന് കീഴ്പ്പെടുവാൻ, എൻ്റെ ജീവിതത്തിൽ പകച്ച അവസ്ഥയുണ്ടോ, കർത്താവെ തിന്മ ചെയ്യാത്ത അവസ്ഥയുണ്ടോ, ഒന്ന് മാനസാന്തരപ്പെടുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഹ്വാനം ചെയ്യുന്നു. ഈ വചനം മുഖാന്തരം ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. മഹാപരിശുദ്ധനും സ്വർഗീയ പിതാവേ, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കഷ്ടതയോടെ ഭാരത്തോടെ പ്രയാസത്തോടെ
കടന്നുപോയിരിക്കുന്ന അനേക വ്യക്തി ജീവിതങ്ങളുണ്ട്. അനേക നീറുന്ന അവസ്ഥകളുണ്ട്. രോഗാവസ്ഥയിൽ കഴിയുന്നവരുണ്ട്. ശാരീരിക അവസ്ഥകൾ, കാലുവേദനകൾ, മുട്ടിൻ്റെ വേദനകൾ എല്ലാം യേശുവിൻ നാമത്തിൽ അൻഷേഖലോ റാന്തനിയ ഇൻ ദ കമാൻഡിങ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ രോഗശക്തികൾ മാറട്ടെ. പൈശാചിക മണ്ഡലങ്ങൾ, ഭവന മണ്ഡലങ്ങൾ മാറട്ടെ. വ്യക്തി മണ്ഡലങ്ങളിൽ നന്മ ചെയ്യുവാൻ പിന്നോട്ട് വലിക്കുന്ന ചില മാനുഷിക വാക്കുകൾ, ചില മാനുഷിക കരങ്ങൾ, ചില മാനുഷിക ചിന്തനകൾ എല്ലാം യേശുവിൻ നാമത്തിൽ ഉടയട്ടെ. കർത്താവേ, ജനത്തെ അനുഗ്രഹിക്കുന്നു. ഇരുട്ടിൻ്റെ ശക്തികൾ മാറട്ടെ യേശുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവേ. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ.